നരനായിങ്ങനെ ജനിച്ചു ഭൂമിയിൽ നരകവാരുതി നടുവിൽ ഞാൻ നരകവാരുതി ഹലോ നടുവിൽ ഞാൻ നരകവാരുതി നരകത്തിൽ നിന്നെ ഒരു കാര്യം ഒരു മിനിറ്റ് ഇവിടെ തന്നെ ആ പറ 3 പ്രാവശ്യം വിളിച്ചതന്നെ അതിനെ കിട്ടാഞ്ഞ ശിവശംഭൂ എവിടെ ഉണ്ടായില്ല അണ്ണാക്കി വല്ല ഞാൻ കുത്തി കയറ്റുമുണ്ടായിരുന്നില്ലെങ്കിൽ ഹലോ ഞാൻ ചോദിക്കട്ടെ എടാ അങ്ങനെയുള്ള കാര്യം നീ എന്നോട് പറയണ്ടേത് ചോദിക്കട്ടെ ഡേ മോനെ ഒരു മിനിറ്റ് എന്ത് ജോലി ചെയ്ത് ഇവിടെ സാധനം വെച്ചാ വെച്ചു കൊടുത്ത കാരണം ഞാൻ പറഞ്ഞേക്കാന്ന് എന്ത് സാധനം ഇവിടെ ഉണ്ടാകണത് എന്ത് സാധനം ഉണ്ടാകണം ഇവിടെ എല്ലാം എടുത്ത് അൽക്കുരുത്താട്ട് അങ്ങോട്ട് നീ ആരാടി ആരാ നീ ഞാൻ എടുത്തിട്ടില്ല ചോദിച്ചാ അവിടെ ഇല്ല ചോദിച്ചാ നിങ്ങൾ എന്ത് സാധനമായാലും എന്താ ചോദിക്കട്ടെ ഒരു മിനിറ്റ് അവിടെ നോക്കി എടി 3 പ്രാവശ്യം മിസ്സായത് അറിയാം 3 പ്രാവശ്യം ഞാൻ രാവിലെ എന്തെങ്കിലും ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ടാണ് ഇവിടെ കഴിക്കണം നീയൊക്കെ ഞങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിട്ടില്ല ഞാനല്ലേ ഉണ്ടാക്കണത് ആണോ ആ റെഡിയായി ഫോൺ എവിടെ ഫോൺ എവിടെ 3 പ്രാവശ്യം എന്റെ കൂട്ടുകാരൻ വിളിച്ചിട്ട് കിട്ടിയില്ല ഫോൺ എവിടെ എന്റെ കണ്ണും നിങ്ങളുടെ കണ്ണ് മുഖത്തോട്ടാ ഈ സാധനം എന്നതാണ് ഫോണല്ലേ ആ ഫോണല്ലേ ഫോണാണെങ്കിൽ ഇത് കാണാനുള്ള കണ്ടില്ലേ അത് വെച്ചെടുത്ത് വെക്കണമെന്ന് 3 പ്രാവശ്യം വിളിച്ചിട്ട് കിട്ടിയില്ലെന്ന് പറഞ്ഞല്ലോ എന്റെ കൂട്ടുകാരൻ കൈ ഉൾപ്പെടെ വെട്ടിക്കൊണ്ട് അകത്ത് വെക്കുക ചൂടാവണത് അവനോട് പറ വിളിച്ചിട്ട് ആരാണ് പറയാ എനിക്കറിയാം ഉണ്ടാക്കാൻ ഫോൺ കിട്ടിയെന്ന് പറ ഞാൻ ഇപ്പൊ വരും ആ എടാ ഞാൻ ഒന്ന് റെഡി ആയിട്ട് വരാം കേട്ടാ ആ പ്രതാപനെ വിളിക്കാൻ വന്നതല്ലേ കണ്ടല്ലോ പ്രതാപൻ ഇപ്പൊ റെഡിയായി വരും കൊണ്ടുപോയി നശിപ്പിക്ക് കുറെ കൂട്ടുകെട്ടുണ്ട് അവന് കുറെ അലവലാദികൾ കുറെ നാറികൾ കുറെ പറനാറികൾ അവന്മാര് വരും അവനെ വിളിച്ചുകൊണ്ട് പോകും അവനെ നശിപ്പിക്കും കുറെ ഊളകൾ ശരിയാ അല്ലേ അതിലൊരു ഊളയാണ് നീ നിന്നെ പോലത്തെ കുറെ എണ്ണത്തിന്റെ കൂടെ കൂട്ടുകൂടി കിടക്കണോണ്ടാണ് പ്രതാപൻ ഇത്ര മോശം അവസ്ഥയിലേക്ക് പോയത് അത് ഞാൻ എന്ത് ചെയ്തു നീ എന്ത് ചെയ്തെന്നാ നിന്നെ പോലത്തെ ആൾക്കാരുടെ കൂടെ കിടക്കണോണ്ടാണ് അവൻ മദ്യപാനി ആയത് ഞാൻ കുടിപ്പിക്കണമെന്നാ ഞാൻ ഒരാൾക്ക് മദ്യം മേടിച്ചു കൊടുക്കാറില്ല ഞാൻ കുടിക്കാറുമില്ല പിന്നെ മദ്യം മേടിച്ചു കൂട്ടാണ് അവനെ നശിപ്പിക്കണത് അമ്മ ഒരു കാര്യം മനസ്സിലാക്കണം ചിലവർ ഈ മദ്യത്തിനകത്ത് വെള്ളം ഒഴിക്കും ചിലര് സോഡ ഒഴിക്കും ചിലര് കൊക്കക്കോള ഒഴിക്കും ചീത്തപ്പേര് ആർക്കാ മദ്യത്തിനാണ് അല്ലാണ്ട് കൂടെ ചേർക്കണ കൊക്കക്കോളക്കല്ല ആദ്യം വെള്ളം ഒഴിക്കണ അവനോട് വെള്ളം ഒടി നിർത്താൻ പറ എന്നിട്ട് കൂടെ നടക്കണ എന്നെ ഉപദേശിക്കാൻ നന്നാകടാ നന്നാവും എന്നാകും നന്നാകും എന്നാകും എന്ന് നന്നാകുമെന്ന് എന്നോട് ചോദിക്കരുത് പ്രതാപ വിളിക്കണം ഞാൻ അവനെ കണ്ടിട്ടില്ലേ ആദ്യമായിട്ട് കാണണോ എടിയാ കത്ത് പോടി വായിട്ട് നോക്കി നിൽക്കാതെ എനിക്ക് ആ ചട്ടിയിൽ നെയ്മീൻ മേടിച്ചിട്ടുണ്ട് കേട്ടാ ഇല്ലാത്ത കാശ് ഉണ്ടാക്കിയ സാധനം മേടിച്ചോണ്ട് വന്നത് ഇതിനിടക്ക് നോട്ടടിയും തുടങ്ങി ഒറ്റടിയാൻ വെച്ചേരും കേട്ടോ പ്രായം ഒന്നും നോക്കൂല കുടമ്പുളി ഇട്ട് നല്ല മാങ്ങായിട്ടൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്തു പോയി TV സീരിയലിന് മുമ്പിൽ ഇരിക്കരുത് ദയവ് ചെയ്ത് അത്രേ ഉള്ളൂ പോടാ ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് പകലല്ല പറഞ്ഞ രാത്രി കിടക്കണ മുമ്പാണ് ഗുഡ് നൈറ്റ് പറയേണ്ടത് ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പറയാൻ പറ്റില്ലല്ലോ അതാണ് ഇപ്പോഴേ പറഞ്ഞു നീ വാ അത് പാഴാണ് ഇതിനെയൊക്കെ വല്ല ചൂട്ടെ കൊടുത്തിട്ട് വെള്ളത്തിലേക്ക് മീനിന് തിന്നാൻ കൊടുക്കണം കൊണ്ട കൊടുക്കടാ പാലത്തിന്ന് തള്ളിയിടും ചീങ്കണ്ണിക്ക് മരപ്പട്ടി കൂട്ട് അടുത്ത ആള് വന്നിട്ട് ചേച്ചി എന്താണ് നിന്റെ കണ്ണ് മുഖമൊക്കെ വല്ലാതിരിക്കണ? എനിക്ക് വയ്യേച്ചി ഞാൻ ഇന്നലെ ഒരുപോലെ കണ്ണടച്ചിട്ടില്ല. എന്തൊക്കെ മേനാങ്കൂത്താണ് അവിടെ കിടന്ന് കാണിക്കണേന്ന് അറിയാം അങ്ങൂര്. എന്താണ് കുടിച്ച് വന്ന് മനുഷ്യനെ ഇരിക്കപ്പുറത്തിട്ട് തല്ലാണ്. ഇതെന്ത് കഷ്ടമാണെന്ന് പറയാം. കുടിച്ചിട്ട് വന്നാൽ നിനക്ക് ഇഷ്ടമില്ലെന്ന് പറയാൻ പാടില്ലായിരുന്നോ? അതൊക്കെ ഞാൻ പറഞ്ഞെന്ന്. അയാൾ എന്താ പറഞ്ഞേന്നറിയോ? കുടിക്കാതെ വന്ന എനിക്ക് നിന്നെ ഇഷ്ടമല്ലെന്ന്. എന്ത് നാശമാണ്. എനിക്കതല്ല അറിയാൻ പാടില്ലാത്തത്. ഈ മദ്യക്കുപ്പിയുടെ പുറത്തോ സിഗരറ്റ് പാക്കറ്റിന്റെ പുറത്തോ ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഇതൊക്കെ ആരോഗ്യത്തിന് ഹാനികരമാണെന്ന്. എന്നാൽ ഈ മനുഷ്യന്മാരൊക്കെ കയ്യിലെ കാശും മുടക്കി ഈ വിഷം മേടിച്ച് തിന്നണ എന്തിനാണെന്നാണ് എനിക്കറിയാൻ പാടില്ലാത്തത്. അതായത് മാരേജ് ബ്യൂറോക്കാർ എഴുതി വെക്കാറുണ്ട് ജീവിതം സുന്ദരമാക്കൂ എന്ന് പറഞ്ഞു. എന്നിട്ട് പലരുടെയും ജീവിതം കല്യാണം കഴിഞ്ഞിട്ട് സുന്ദരമാണ്. എന്നിട്ട് ആരെങ്കിലും കല്യാണം കഴിക്കാതെ ഇരിക്കുന്നുണ്ടോ? ഉണ്ടോ? ഇല്ല. കഴിക്കുന്നില്ലേ? പത്രം മാത്രം നമ്മൾ കരുതിയാൽ മതി. അപ്പൊ അമ്മാവനതാണല്ലേ കല്യാണം കഴിക്കാത്തെ. ഞാനിങ്ങനെ സുന്ദരമായിട്ട് ജീവിക്കണം കണ്ടിട്ട് സഹിക്കണില്ലല്ലേ? അതല്ല നിനക്കൊക്കെ ഇതൊക്കെ സംഭവിക്കണത്.
എന്റെ ചേച്ചി ആ ടെൻഷൻ അടിച്ചോണ്ടിരുന്നിട്ട് ഒന്ന് ടി വി വെച്ച് കാണാലാന്ന് പറഞ്ഞ് ന്യൂസ് വെച്ചപ്പോഴുണ്ടല്ലോ യുദ്ധത്തിന്റെ പ്രശ്നങ്ങൾ കണ്ടിട്ട് തലക്ക് വെളിവില്ലാണ്ട് ഇറങ്ങി പോകുന്നതാണ്. നീ എന്തിനാ ഈ ടി വി വെച്ച് കാണുന്നത്? ഇവർ ഈ ടി വിക്കാർ പറയണ പോലുള്ള പ്രശ്നങ്ങളൊന്നും അവിടെ ഇല്ല. ഇവര് പറഞ്ഞാണ് ഉള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കണത്. നമ്മുടെ മനസ്സമാധാനവും പോകും. അതങ്ങോട്ട് ഓഫ് ചെയ്ത് വെക്ക്. എനിക്കതല്ല അറിയാത്തത്. ഈ യുദ്ധം കഴിയുമ്പോഴേക്കും സ്വർണത്തിന് എന്തെങ്കിലും വില കൂടുവോ? യുദ്ധം കഴിയാൻ നിൽക്കണ എന്തിനാ? യുദ്ധത്തിന് മുമ്പ് തന്നെ സ്വർണത്തിന് തീ പിടിച്ച വിലയായില്ലേ? അത് ശരിയാ, യുദ്ധം തുടങ്ങിയപ്പോഴേക്കും ഗ്യാസിനും വില കൂടിയില്ലേ? യുദ്ധം കഴിയുമ്പോഴെങ്കിലും നിത്യോപയോഗ സാധനങ്ങളായ ഫ്രിഡ്ജിന്റെ, ടിവിയുടെ, വാഷിംഗ് മെഷീന്റെ, മൊബൈൽ ഫോണിന്റെ, സ്വർണത്തിന്റെ ഒക്കെ വിലയൊന്ന് കുറഞ്ഞാൽ മതിയായിരുന്നു. അപ്പൊ ഇതൊക്കെ നിത്യോപയോഗ സാധനങ്ങളാണോ? ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നിനക്ക് ഫ്രിഡ്ജ് ഇല്ലാതെ ജീവിക്കാൻ പറ്റുമോ? അതില്ല. വാഷിംഗ് മെഷീൻ ഇല്ലാതെ ജീവിക്കാൻ പറ്റുമോ? ഇല്ല. മൊബൈൽ ഇല്ലാതെ ഒരു നിമിഷം ഇരിക്കാൻ പറ്റുമോ? ഒട്ടും പറ്റൂല. എടി, നമ്മളെ നിത്യം ഉപയോഗിക്കുന്ന സാധനങ്ങൾ എന്തൊക്കെയാണോ അതാണ് നമ്മുടെ നിത്യോപയോഗ സാധനങ്ങൾ. എന്തായാലും ഈ ഇലക്ഷൻ കഴിയുമ്പോഴെങ്കിലും എന്തെങ്കിലും ഒരു കാര്യത്തിൽ തീരുമാനമായാൽ മതിയായിരുന്നു. ഒരു മാറ്റം വേണം. മാറ്റം ഉണ്ടാകും. ചില കാര്യങ്ങൾക്ക് മാറ്റം ഉണ്ടാവും, ചില കാര്യങ്ങൾക്ക് മാറ്റം ഉണ്ടാവില്ല. പക്ഷെ ലോകം അവസാനിക്കണ വരെ ഒരു മാറ്റവും ഇല്ലാത്ത ഒന്നേ ഉള്ളൂ, സീബ്ര എന്ന മൃഗം. അന്നും ബ്ലാക്ക് ആൻഡ് വൈറ്റ്, ഇന്നും ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ശരിയാണല്ലേ? ഒരു ബുദ്ധിയേ. അല്ല മാമ, ഞാനൊരു കാര്യം ചെയ്യട്ടെ, ഈ യുദ്ധമൊക്കെ പറഞ്ഞു തീർത്താ പോരെ? ഈ ബോംബൊക്കെ എറിയണ എന്തിനാണ്? ചില പ്രശ്നങ്ങൾ പറഞ്ഞാൽ തീരും, ചിലത് തീരൂല്ല. ഇപ്പൊ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ സാധനങ്ങൾ നമ്മൾ എന്ത് ചെയ്യും? അത് അപ്പുറത്തെ പറമ്പിലേക്ക് എറിയും. അത് തന്നെയാണ് അവരും ചെയ്യണത്. അവരുടെ നാട്ടിൽ ഇടാതെ അപ്പുറത്തെ പറമ്പിലേക്ക് ഇടും. അപ്പൊ അപ്പുറത്തെ ആൾക്കാർ ഇപ്പുറത്തേക്ക് ഇടും. അങ്ങനെ ഇട്ടിട്ട് വരും. അതിന് നമ്മൾ പറഞ്ഞ പേരാണ് യുദ്ധം. അതാണ് പറഞ്ഞത്. വാർ ഇൻകമിങ്, സമാധാനം ഔട്ട് ഗോയിങ്. ഇപ്പൊ നിന്റെ വീട്ടിലൊരു പ്രശ്നം ഉണ്ടായി, സമാധാനം പോയില്ലേ? ആദ്യം പോയിട്ട് സമാധാനം ഉണ്ടാക്കുക. അയ്യോ, നിന്നോട് വർത്താനം പറഞ്ഞ എന്റെ സമാധാനം പോയി. എന്റെ ദൈവമേ, ചേട്ടനുള്ള മീൻകറി വെച്ചിട്ടില്ല. ചേട്ടനാണ് രാവിലെ ഇച്ചിരി ചൂടിലാ പോയത്. തീ പിടിച്ച വിലയും കൊടുത്താ നെയ്മീൻ മേടിച്ചോണ്ട് വന്നത്. ചേച്ചിക്ക് പാചകം ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണല്ലേ? പാചകം ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അത് കഴിഞ്ഞിട്ടുള്ള പാത്രം കഴുകലാണ് ഇഷ്ടമില്ലാത്തത്. പാചകം എന്ന് പറഞ്ഞാലേ എനിക്കൊരു വീക്ക്നെസ്സാ. ഞാനുണ്ടല്ലോ എന്നും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഇട്ട് ഓരോ പരീക്ഷണങ്ങൾ നടക്കും. അത് ഈ യൂട്യൂബിലൊന്നും കാണുന്ന പോലത്തൊന്നുമല്ല. എൻ്റെ സ്പെഷ്യൽ മസാലക്കൂട്ടുകൾ വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കണതാണ്. ഇന്നും അതുപോലെ എൻ്റെ സ്പെഷ്യലായിട്ട് ഒരു അടിപൊളി മസാല പുരട്ടി തേച്ച് വെച്ചിരിക്കണ ഈ നെമ്മീനുണ്ടല്ലോ, വാഴയിലെടുത്ത് പൊള്ളിച്ചങ്ങോട്ട് കൊടുക്കണം. പിന്നെ സ്വർഗം. വഴക്ക അവിടെ തീർന്ന്. ഞാൻ ഇതുപോലെ ചേട്ടനെ എപ്പോ വഴക്കിട്ടിട്ട് പോയാലും തിരിച്ചു വരുമ്പോ ഉണ്ടല്ലോ എന്തെങ്കിലും സ്പെഷ്യൽ സാധനം അങ്ങോട്ട് കൊടുക്കും. അത് കഴിച്ചു കഴിഞ്ഞാ വഴക്ക അവിടെ തീർന്ന്. പിന്നെ കേറി കിടന്ന ഒരു ഒറ്റ ഉറക്കാണ്. പിറ്റേ ദിവസം എഴുന്നേക്കുള്ളൂ. വഴക്കും ഇല്ല, പണക്കോ ഇല്ല. ചേച്ചി അന്നാ മസാലക്കൂട്ടം ഒന്ന് പറഞ്ഞ ചേച്ചി. അമ്പടി പൊളസു, നീയേ ആ മസാലക്കൂട്ടൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്റെ ട്രേഡ് സീക്രട്ട് പോകൂലേ? അപ്പൊ നീ ഫേമസ് ആകൂലേ? ഇതിപ്പോ ചേട്ടൻ എല്ലാരോടും പറയുമല്ലോ എന്റെ പാചകത്തിനെ പറ്റി. അപ്പൊ എനിക്ക് ഫേമസ് ആവാല്ല. അയ്യോ, പറഞ്ഞു നേരത്തെ മീനൊന്ന് വെക്കട്ടെ. പോ. അടപ്പിൽ വെച്ച നെയ്മീൻ കരിമീനാകുമോ? അയ്യോ, എന്റെ ദൈവമേ, ഞാൻ ഇനി എങ്ങനെ സഹിക്കും? എന്റെ ദൈവമേ, ഇയോടെ ഉടക്കാത്തൊരു നാക്ക്. എന്റെ ദൈവമേ, കരിമീനാകാനായിട്ട് ആ മീൻ അടുപ്പേ പോലും വെച്ചില്ല. അല്ല, എന്റെ കാര്യം എന്താന്ന് പറയുന്നത്? എടി, ആ മീനെല്ലാം കൂടെ പൂച്ച എടുത്തോണ്ട് പോയി. എനിക്ക് പേടി വരുന്നത്. ഇനി എന്ത് ചെയ്യും? അതെ, ഞാൻ പൊക്കോട്ടെ എന്നാല്. അയ്യോ, പോകല്ലേടി. ചേട്ടനാണ് രാവിലെ ഇച്ചിരി ചൂടിലാ വന്നത്. വന്ന മീനില്ലെന്ന് ചേട്ടൻ തല്ലി കൊല്ലും. എടി, എന്നെ സമാധാനപ്പെടുത്താനായിട്ട് ഒന്ന് പറയാനൊരാള്. എന്താടി മണക്കണ്ട, ഞാൻ അടിച്ചിട്ടുണ്ട്. വെക്കണ എന്തിനാണ്? മണത്തതല്ല, രാവിലെ തന്നല്ല, ഫോൺ എടുത്ത് മാറ്റി വെച്ചില്ലേ നീ? അതല്ല, രാവിലെ ചേട്ടൻ മേടിച്ചെന്ന മീനില്ലേ, കറി വെച്ചില്ലേ? ഇല്ല, ആ മീൻ പൂച്ച കൊണ്ടുപോയി. ഞാൻ എവിടെ നിന്നൊക്കെ കടവും വില മേടിച്ചോ മീൻ മേടിച്ചെന്ന് നിനക്കറിയാവാ? എവിടെ പൂച്ച? പൂച്ചനെ ഇന്ന് ഞാൻ കൊല്ലും. ഞാൻ പൂച്ചനെ കൊല്ലും. കൊല്ലണ്ട. എന്താ? ആ മീൻ നിന്ന പൂച്ചല്ലേ, അപ്പുറത്ത് ചത്ത് മലന്ന് കിടപ്പുണ്ട്. പൂച്ചയാ? മോളെ, നിന്റെ പാചകം നിർത്തണ്ട, കണ്ടിന്യൂ ചെയ്തോളൂ. നാളെ നീ മീൻ മേടിക്കുന്നുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ പുതിയ പൂച്ചനെ മാമൻ മേടിക്കും. നമുക്ക് നമ്മുടെ ജീവനാടാ വലുത്.